ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു മീഷോ ഹാൾ വീഡിയോ ആണ്. സംഭവം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ ഒരു സ്റ്റേക്കേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിന്. ഞാനതിൻ്റെ റീൽസൊക്കെ ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈം കസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവളിങ്ങനെ കുറച്ചധികം ഐറ്റംസ് കിച്ചണിലേക്ക് ഓർഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് തന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്, ഒരു മീഷോ ഹാൾ വീഡിയോ ചെയ്തുകൂടെ എനിക്ക്. ഞാനൊക്കെ ഇങ്ങനെ മീഷോ ഹാൾ വീഡിയോ നോക്കിയിട്ടാണ് സാധനങ്ങൾ വാങ്ങൽ. അപ്പം കുറച്ചധികം തന്നെ ഐറ്റംസ് വാങ്ങുന്നുണ്ട് ഞാൻ. എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ, ഞാൻ വിളിക്കാം, ഐറ്റംസ് എത്തിക്കേണ്ടി ഞാൻ വിളിക്കുക പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നല്ലൊരു ഐഡിയ ആണ്. എപ്പോഴും ഞാനൊരു കിച്ചൺ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്ത് ഓഡിയൻസിനും ഒരു ചേഞ്ച് ആവും, എനിക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ ഓർഡർ ചെയ്ത് ഏകദേശം ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ. അപ്പം കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു പറഞ്ഞപ്പോൾ ഇത്ര അധികം ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ കുറച്ച് അധികം ഐറ്റംസ് തന്നെ ഉണ്ട് സംഭവം. അപ്പം നമുക്ക് എന്തായാലും ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതലും കിച്ചൺ ഐറ്റംസ് ആണെന്നാണ് അവൾ പറഞ്ഞത്. നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മീഷോ, ഫ്ലിപ്കാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് സോപ്പ് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ ഷർട്ടിൻ്റെ കോളറൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാം. അതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നർ വിയേഴ്സ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന ഓർഗനൈസേഴ്സാണ്. ഇതിൽ നമുക്ക് ഫ്രിഡ്ജിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ റൂമിൽ പയറും കടലൊക്കെ ഇട്ടിട്ട് അങ്ങനെയും വെക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. നെക്സ്റ്റ് ഈ ഒരു സാധനം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമരുമ്പിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ പീസ് എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ സ്ക്രൂവും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നല്ല വുഡനാണ് വരുന്നത്, നൈസാണ്. നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു സാധനമാണ്. ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഷ് ബേസിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പഞ്ചും സ്ക്രബ് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം. അപ്പോൾ അത് വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ ഡിഷ് വാഷിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വെക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരില്ലേ, അത് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ഈ ഒരു ഐറ്റമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസർ എന്ന് പറയാം. അപ്പം ഇത് ഞാൻ ഇതിന് മുന്നേയും കുറേ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് കബാഡിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം, വേണമെങ്കിൽ ചുമരുമ്മിൽ സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഹോൾസിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വലിച്ച് പുറത്തേക്ക് എടുക്കാനും പറ്റും. നല്ലൊരു ഹെൽപ്ഫുൾ പ്രോഡക്റ്റാണ്. അപ്പം ഇത് ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓപ്പോസിറ്റ് സൈഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം ഇപ്പോഴാണ് കറക്റ്റായത്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇത് ഓക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ അതിന് സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നെക്സ്റ്റ് ഈ ഒരു കട്ടിംഗ് ബോർഡാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ മഴക്കാലത്ത് നമ്മളെ വുഡൻ കട്ടിംഗ് ബോർഡിൽ പൂപ്പലൊക്കെ വരില്ലേ, അതൊക്കെ ഒഴിവാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്. സംഭവം നമ്മൾ ഈ സാധനം കഫേയിലും റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിത് ബാത്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു ബോട്ടിൽസാണ്. ഇത് 8 പീസ് വരുന്ന ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഹെയർ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മളെ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല കുഞ്ഞു ബോട്ടിൽസാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി പേസ്റ്റൽ കളേഴ്സിൽ വന്നിട്ടുള്ള വാട്ടർ ബോട്ടിൽസാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, പേസ്റ്റൽ കളേഴ്സിലുള്ളതായതുകൊണ്ട്. അതുപോലെ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ആ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസറാണ്. ഇതും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന നല്ല കണ്ടെയ്നേഴ്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, പിന്നെ കാണാനും നല്ല ലുക്കുണ്ട്. ബ്ലാക്കിൽ വന്നിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഗ്ലാസ് കണ്ടെയ്നർ പോലെ ഉണ്ട്, പക്ഷേ പ്ലാസ്റ്റിക്കാണ്. അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഡൊന്നുമില്ല, അതിങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അപ്പം അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിന്, പക്ഷേ എടുത്തതിനപ്പം എല്ലാം ഇളകി വന്നിട്ടുണ്ടായി കേട്ടോ. നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള സാധനമാണ്. ക്വാളിറ്റിയുള്ള അടിപൊളി സാധനം തന്നെയാണ്. നെക്സ്റ്റ് ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ. നമ്മൾ ലേഡീസിനൊക്കെ ഹാൻഡ് ബാഗിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. ഹെൽപ്ഫുള്ളാണ്.
ഇത് വീണ്ടും ഒരു ഓർഗനൈസറാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോക്സ്, ടവൽസ് കാര്യങ്ങളൊക്കെ മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ള് ചെയ്ത് വേഗം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്ക് കുറേ ഭാഗം പണി എളുപ്പമാവും. നമ്മളിപ്പം ടവൽസൊക്കെ മടക്കി ഷെൽഫിൻ്റെ തട്ടിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇടിന് പൊളിന് വീകും. അപ്പം ഇത് പിന്നെ ഒരു ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാലും അടിയിലുള്ള സാധനം അടിയിൽ തന്നെ ആവും, മുകളിലുള്ള സാധനം മുകളിൽ തന്നെ ആവും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിച്ച് പുൾ ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ഷോക്സ്, ഇന്നർവിയേഴ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്ലൂ ആണ്. ഗ്ലൂ എന്ന് പറയാനില്ല, നമ്മളെ ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഉള്ള വിടവ് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലായാലും ടോയ്ലറ്റിലൊക്കെ ആയാലും നമുക്കിത് യൂസ് ചെയ്യാം. ഇതുപോലെ സിങ്കിൻ്റെ ടൈൽസിൻ്റെ ഒക്കെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വാൾപേപ്പറാണ്. നെക്സ്റ്റ് ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സംഭവം ഒരു സ്റ്റീമറാണ്. ഇങ്ങനെ നമുക്ക് വിടർത്തിയിട്ടൊരു ബൗൾ പോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വീതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ ഫുഡ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. നെക്സ്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമ്മുടെ ഗാർലിക് ക്രഷർ. നമുക്ക് ഗാർലിക് ഇങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അധികവും നമ്മൾ കുക്കിംഗ് ചാനൽസിലൊക്കെ യൂസ് ചെയ്തിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. നെക്സ്റ്റ് ഈ ഒരു ഓർഗനൈസറാണ്. വീണ്ടും ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഓർഗനൈസേഴ്സാണ്. ഫ്രിഡ്ജിൽ മാത്രമല്ല നമുക്കിത് സ്റ്റോർ റൂമിലും യൂസ് ചെയ്യാം. അത്രയും ക്വാളിറ്റിയിലാണ് സാധനം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ് മസാജറാണ്. ഇത് ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പാർട്ട്നേഴ്സിനൊക്കെ അധികം ഇങ്ങനെ ഹെഡ് മസാജിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് ഈ ഒരു ഐറ്റമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈൽസ്, കൗണ്ടർ ടോപ്പ്, ടോയ്ലറ്റ്സിലൊക്കെ കറ പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ലിങ്ക് കൊടുക്കാം, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഡീറ്റെയിൽസ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. നേരത്തെ വൈറ്റിനേക്കാളും എനിക്കിഷ്ടമായത് ഈ ഒരു ബ്ലാക്കാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഹാങ്ങേഴ്സാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ ബാക്കിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ കൊളുത്തി വെക്കാൻ നല്ലതാണ്. പണ്ടൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് കാണൽ കുറവാണ്. എൻ്റെ വീട്ടിലില്ല, പൊതുവെ നമ്മളിത് യൂസ് ചെയ്യലില്ല. അപ്പം ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡ്രസ്സ് അവിടെ ഇവിടെ ഒക്കെ കൊളുത്തി വെക്കുന്നതിന് പകരം ഡോറിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ റൂം കുറച്ചും കൂടെ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെറിയ റേറ്റിൽ നമുക്ക് മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കാം. ലാസ്റ്റ് എല്ലാം കൂടെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നുള്ളത്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഭാഗം ഐറ്റംസ് ഒന്നും ഇവളതല്ല. മെയിനായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന സാധനം ഉണ്ടായിട്ടില്ലേ, ഡിസ്പെൻസർ, അതുപോലെ വേസ്റ്റിൽ വെക്കുന്ന സാധനം, മീൻസ് സ്പഞ്ചും കാര്യങ്ങളും വെക്കുന്ന സാധനം, അങ്ങനത്തെ കുറേ ഐറ്റംസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ കണ്ടെയ്നേഴ്സ് ഒക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് 6 സെറ്റ് അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഇവർ കമ്പൈൻ ചെയ്ത് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാഭമുണ്ട്. നമ്മളങ്ങനെ കസിൻസിൽ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങലുണ്ട്. ഇങ്ങനെയുള്ള സാധനം വാങ്ങി നല്ലതാണ്. സംഭവം പാത്രം നമുക്ക് ചിലപ്പോൾ 2 എണ്ണേ വേണ്ടുള്ളൂ, പക്ഷെ സെറ്റായിട്ട് വരുമ്പോൾ 6 എണ്ണം. അപ്പം ഒന്നായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പം വില കൂടുതലും, 6 എണ്ണം വാങ്ങുമ്പോൾ വില കുറഞ്ഞും കിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ലാഭം കൂടുതലല്ലോ. അപ്പം അങ്ങനെ ഇവർ മീറ്റപ്പ് ആക്കിയ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓർഡർ ചെയ്ത ഐറ്റംസ് ആണിത്. അപ്പം ഇത് കുറേ ഭാഗം ഫ്രണ്ട്സിൻ്റെത് കൊണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അപ്പം എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞത്. എനിവേ താങ്ക് യു ആമി. ആമി എന്നാണ് എൻ്റെ കസിൻ്റെ പേര്. അപ്പം എനിക്കൊരു കണ്ടന്റ് വഴി അവർക്ക് ഐറ്റംസ് എല്ലാം കിട്ടുകയും ചെയ്ത് ലാഭത്തിൽ സാധനം വാങ്ങാനും പറ്റും. മീഷോ ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ ഭാഗം ഇപ്പം ലാഭത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അത്ര ലാഭമാണ്. അപ്പം കുറേ ഐറ്റംസ് ഒക്കെ കാണിച്ചു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നത്തെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.